എന്താ മോളെ ഇത്? അല്ല, നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. നിന്റെ പ്രായം കഴിഞ്ഞു വന്നവളാ മോളെ ഞാൻ. ഒരു ചെറിയ ചലനം കണ്ടാൽ ഈ ചേച്ചിക്ക് മനസ്സിലാവും. വേണ്ട കുട്ടി, ചീത്തപ്പേരുണ്ടാവാൻ എളുപ്പം കഴിയും. മക്കളെ പറ്റി ഒരു വിചാരം ഇല്ലാത്ത അച്ഛനും അമ്മയ്ക്കും ഒന്നും സാരമില്ല. പക്ഷെ എന്റെ അനിയത്തിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ഈ ചേച്ചിക്ക് താങ്ങാൻ പറ്റില്ല. എന്താടി ഒരു മോങ്ങല്? അവിടെ വല്ലവരും ചത്തോ? എന്താടി ചന്ദ്രിക നിനക്കൊരു പിണക്കം? ഓ, കുമാരേട്ടൻ വലിയ ആളായി പോയില്ലേ? എന്നെയൊന്നും കണ്ണി പിടിക്കില്ലല്ലോ. അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? ഞാനെല്ലാം അറിയണുണ്ട്. നിങ്ങളും മാളൂനെ കെട്ടാൻ പോവല്ലേ? എടി പെണ്ണേ, ഞാൻ മാളൂനെയും കെട്ടും നിന്നെയും കെട്ടും. രണ്ടുപേരും പൊന്നുപോലെ നോക്കുകയും ചെയ്യും. എന്താ? ഓ വേണ്ട, അവളെ തന്നെ അങ്ങ് കെട്ടിയാ മതി. നിനക്ക് അങ്ങനെ അങ്ങ് പണങ്ങാൻ പറ്റുമോ? എനിക്കിനിയും വേണം, കുറച്ചുകൂടി താ. കൊണ്ടുപോയി മോന്ത്. ഇതെന്താ കുമാരേട്ടാ സ്പെഷ്യല്? അല്ലെങ്കിൽ അവൻ പിന്നെയും ഗ്ലാസ് നീട്ടിക്കൊണ്ടിരിക്കും. പോയി കുടിച്ച് ചാകട്ടെ പണ്ടാരം. അവൻ അങ്ങനെ നമ്മൾ അങ്ങനെ ഓത്തിന് മോന്തു കുമാരേട്ടാ. നമ്മുടെ ലൈംഗിക വിജ്ഞാന കേസരി പുത്രി മോഹിനി ടീച്ചർ വന്നു. എന്താടാ വേണോടാ? ഓടാ ഓടാ നീ. എന്താ കുമാരേട്ടാ? എടാ മന്ദപ്പനൊരു പടി കൊടുത്താലോ? ഒരു കോളത്തു ഓടിവാ ഓടിവാ. വയ്യ. കഴിയുന്നതാ. என்னடா கண்ணா வெக்கமா? வாடா வாடா வரமாடியா? வாடா கண்ணா. എനിക്കൊന്നും ഇഷ്ടമല്ല. അതിന് വേറെ ആളെ നോക്ക് കുമാരേട്ടാ. നോക്ക് തല മാറ്റാടങ്ങട്. മന്ദൻ വെറും മന്ദനല്ല, പെരുമന്ദൻ.
മാറങ്ങട്ട്. ഓ, ഓ, മാറ്. ആയ്, അമ്മ, മാറ്. ഐ, ഓ. ഇതെന്ത് കൂത്താ? ഇങ്ങനെ ഒരു ഉറക്കമുണ്ടോ രാജപ്പ? രാജപ്പ, രാജപ്പ, എന്താ ഇതൊക്കെ? നീയും ഇങ്ങനെയാ? ഞാൻ ചിന്തിക്കുന്നതൊക്കെ തെറ്റാ. എന്നാലും നീ ഇതും കുമാരേട്ടൻ പഠിപ്പിച്ചതാവല്ലേ? മതി, കൂടുതൽ ചിലക്കണ്ട. ഇന്നും വരൂ. ആര്? മോഹിനി. നെഞ്ചു ഞാൻ കലക്കും. മോഹിനി ഇപ്പൊ കള്ളേ കൊണ്ടുവരുന്നുള്ളൂ. ഇനി ഞാൻ നിനക്ക് പെണ്ണുങ്ങളെ കൂടി കൊണ്ടുവന്ന് തരാം. ഹ്. അല്ല, ഇതെങ്ങോട്ടാ മായേ? ഇതെന്താ കൂട്ടുകാരൊക്കെ എവിടെ? ആട്ടിൻകുട്ടികളെ കുറിച്ചാ ചോദിച്ചത്. ഞാനൊരു തമാശ പറഞ്ഞ കേട്ടോ. ആഹാ, എന്നെ അറിയോ? മനസ്സിലായി. വിശാലം ഒരുപാട് കേട്ടിട്ടുണ്ട്. കുറച്ചു നാളായി ശ്രദ്ധിക്കുന്നു. നീട്ടി വളർത്തിയ മുടിയും കൊലുന്നനെയുള്ള ഈ ദേഹവും. കല്യാണം കഴിച്ചാണോ? ഏയ്, ഞാനും കല്യാണം കഴിച്ചിട്ടില്ല. നല്ല പ്രായത്തിൽ ചില തെറ്റൊക്കെ പറ്റി. പിന്നെ കല്യാണം കഴിക്കാൻ നാട്ടുകാരെ സമ്മതിച്ചില്ല. എനിക്ക് അത്യാവശ്യമായി ഒരു ചിത്രം വരച്ച് തീർക്കണമായിരുന്നു. ഓ, ഞാൻ പോയേക്കാം. പിന്നെ എനിക്കൊരു 100 രൂപ കടം തരാമോ? ഉം. വേണമെന്ന് തോന്നുമ്പോ ഓർക്കാം. തരണകാശിന് നന്ദിയുള്ളവളാ വിശാലം.